വളരെ ശ്രദ്ധേയനായ കരുത്തുള്ള നിലപാടുകൾ വിളിച്ചു പറയുന്ന ശക്തനായ ഒരു നേതാവാണ്. ഒരു ഇരുത്തം വന്ന നേതാവാണ്. ചെറുപ്രായത്തിൽ തന്നെ ഒരു ഇരുത്തം വന്ന നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാഫിയുടെ ഓരോ വാക്കുകളും കുറിക്കുകൊള്ളുന്ന വാക്കുകളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പോലെ വളരെ തീക്ഷ്ണമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആളാണ് ഷാഫി പറമ്പിലും. അതായത് എതിർ പോരാളികളെ കൃത്യമായി വാക്കുകൾ കൊണ്ട് ചോര വരുത്താൻ കഴിയുന്ന നേതാക്കൾ വളരെ അപൂർവമുള്ളൂ. എന്തെങ്കിലും വളവള എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു നേതാവല്ല ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും ഒക്കെ. കൃത്യമായി കാര്യങ്ങൾ അത് ഏത് തരത്തിൽ പ്രയോഗിച്ചാൽ അത് തങ്ങൾക്ക് ഉപയോഗപ്രദമാകും, എതിരാളികളെ അതെങ്ങനെ തകർക്കാൻ കഴിയും എന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു മുന്നോട്ട് പോകുന്ന നേതാക്കളാണ്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടം MLA ആണ്, ഷാഫി പറമ്പിൽ MP ആണ്. തീർച്ചയായിട്ടും വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പടിപ്പടിയായി ഉയർന്നു വന്ന് കൃത്യമായി രാഷ്ട്രീയം എന്താണെന്ന് പഠിച്ച് അതിലൂടെ ഇറങ്ങി വന്ന ഒരു കഴിവുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. നേരത്തെ ഷാഫി KSU സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ തമ്മിലെ MLA പിന്നീട് MP ഒക്കെ ആയി മാറി. കേരളത്തിൽ യുവാക്കളുടെയൊക്കെ മനസ്സ് കവർന്ന ഒരു നേതാവാണ്. ആ നേതാവിനോടുള്ള അസൂയ തന്നെയാണ് CPM ഇത്രയധികം വിരളി പിടിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തോടും CPM കാണിച്ചത്. ഇപ്പോഴിതാ ഷാഫി പറമ്പിലെ തോൽപ്പിക്കാനും അമർച്ച ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള വൃത്തികെട്ട വാദങ്ങളാണ് CPM നേതാക്കൾ നിരത്തുന്നത്. അതിലൊന്നിനും ഒരർത്ഥത്തിലും വകവയ്ക്കാതെ യുദ്ധത്തിന് ഇറങ്ങാതെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മുന്നോട്ട് പോവുകയാണ് ഷാഫി പറമ്പിൽ. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പലതവണ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഇത്രയും വൃത്തികെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും അദ്ദേഹം അതിനെതിരെ അല്ല പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പച്ചയായ തട്ടിപ്പിനെ യഥാർത്ഥത്തിൽ ഷാഫി തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഷാഫിയെ പോലുള്ള ഒരു യുവ നേതാവിന് ഇത് തുറന്നു കാട്ടാൻ കഴിഞ്ഞെങ്കിൽ അത് പിണറായി വിജയൻ ഭയക്കുന്നു, ഷാഫി പറമ്പിലിനെ പിണറായി വിജയൻ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. സ്വാഭാവികമായി പിണറായിക്ക് കോൺഗ്രസിലെ യുവ നേതാക്കളെ വല്ലാത്ത ഭയമാണ്. പുറമേ കാണിച്ചില്ലെങ്കിൽ പോലും ഈ ദേഷ്യവും ധാർഷ്ട്യവും കാർക്കശ്യവും ഒക്കെ പിണറായിയുടെ അഭിനയം മാത്രമാണ്. കാരണം ആരെങ്കിലും നേർക്ക് നേർ നിന്ന് പിണറായിയോട് എന്തെങ്കിലും ചോദ്യം ചെയ്താൽ അതിന് ഉത്തരമില്ലാതെ പിണറായി മുട്ടിൽ വിറക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിണറായി കർക്കശനാണ്, ഞാൻ ധാർഷ്ട്യക്കാരനാണ്, ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളാവാൻ ശ്രമിക്കുന്നത്. അപ്പൊ യുവ നേതാക്കളൊക്കെ മുഖ്യന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് 4 ചോദ്യം ചോദിച്ചാൽ അവിടെ തീർന്നു പിണറായി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഭരണം നിലനിർത്താൻ ഈ സംസ്ഥാനത്ത് CPM പ്രത്യയശാസ്ത്രം കാറ്റിൽ പറത്തി പിണറായി വിജയൻ മുന്നേറുകയാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ശരിക്കും ന്യൂനപക്ഷങ്ങളോടുള്ള മുതലക്കണ്ണീരാണ് അദ്ദേഹം തുറന്നു കാട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർത്തു എന്നത് വരുത്തി തീർത്തുകൊണ്ടാണ് പിണറായി വിജയന് 2ാം ഭരണം ലഭിച്ചിരിക്കുന്നത്. പക്ഷെ അത് വെറും കാപട്യമെന്നാണ് ഷാഫി പറമ്പിനെ പോലെയുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ജനകീയ നേതാവ് പറഞ്ഞു കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കാപട്യം തന്നെയാണ് ഇവിടെ വെളിപ്പെടുന്നത്. ജനങ്ങൾ കൈവിട്ടപ്പോൾ ഭക്തരെ കൂട്ടുപിടിക്കുകയാണ് CPM പിണറായി വിജയന്റെ ലക്ഷ്യമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ UDF നിയോജക മണ്ഡലം നടത്തിയ ജനമുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഷാഫി പറമ്പിൽ തുറന്നടിച്ചത് അല്ലെങ്കിൽ ആഞ്ഞടിച്ചത് എന്നുള്ളത്. മുഖ്യമന്ത്രി ആദ്യം മത്സരിച്ചതും ജയിച്ചതും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നായിരുന്നു. അങ്ങനെയുള്ള പിണറായി വിജയന്റെ സ്വന്തം തട്ടകത്തിൽ പോയി തന്നെ പിണറായി വിജയനെ തുറന്നു കാട്ടാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിൽ ഉടനീളം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമം സഹാക്കന്മാർക്ക് പോലും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, EP ജയരാജന്റെ മകനൊക്കെ ഈ അവതാരത്ത് മയ്യയുടെ അടുത്ത് സന്ദർശനം നടത്തിയ സജി ചെറിയാൻ
നടത്തിയ ഫോട്ടോയും വെച്ചുകൊണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കടപ്പുറ സുധാമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ നിലപാട് കൃത്യമായി വ്യക്തമായി രംഗത്ത് കൊണ്ടുവന്ന ഒരാളാണ് ജെയിൻ രാജ് എന്ന് പറയുന്നത്. അപ്പോ ഈ പിണറായിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മൂന്നാമതും അധികാരത്തിൽ വരണം, അതിനുശേഷം മരുമകനെ മുഖ്യമന്ത്രിയാക്കണം. ഇതൊക്കെയാണ് പിണറായിയുടെ ലക്ഷ്യം. പാവപ്പെട്ട ഗോവിന്ദൻ അത് അറിയില്ല എന്നുള്ളതാണ്. ഗോവിന്ദൻ മാഷ് പിണറായിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നു, അടുത്തത് ഗോവിന്ദൻ മാഷിനാകാം എന്നുള്ളതാണോ ഗോവിന്ദൻ മാഷിന്റെ ചിന്ത എന്നുള്ളത് അറിയില്ല. അപ്പോ അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഇങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ പൊട്ടത്തരവും മണ്ടത്തരവും ഒക്കെ വിളമ്പി ഇങ്ങനെ നടക്കുകയാണ്. അവിടെയാണ് പിണറായിയുടെ മണ്ഡലത്തിൽ പോയി പിണറായിയെ തന്നെ പച്ചയ്ക്ക് പറഞ്ഞ് പിണറായിയുടെ തട്ടിപ്പുകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പിണറായിയുടെ ന്യൂനപക്ഷങ്ങളോടുള്ള വിയോജിപ്പ് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ മുന്നേറുന്നത് എന്നുള്ളതാണ്. അതായത് പാനൂർ താലൂക്ക് ആശുപത്രി സർക്കാർ കടലാസിൽ ഒതുക്കിയെന്നും ഷാഫി പറമ്പിൽ പറയുമ്പോൾ സ്വന്തം നാട്ടിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നാണ് ഷാഫി പറമ്പിൽ വളരെ കൃത്യമായി പറയുന്നത്. ഷാഫി തുറന്നു കാട്ടുകയാണ്. അതായത് ഷാഫി പറമ്പിലിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് CPM മുന്നേറുമ്പോഴും അദ്ദേഹം ഒരിക്കലും തന്നെ പറഞ്ഞതിനെതിരെയല്ല, മുഖ്യമന്ത്രിയുടെ ചെയ്തികളെയാണ് തുറന്നു കാട്ടുന്നത്. ഷാഫി പറമ്പിലിനെ പോലെ ജനസമ്മതനായ ഒരു നേതാവ്, അല്ലെങ്കിൽ എല്ലാ തരത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ്, ആളുകൾക്കിടയിൽ വളരെ ജനപ്രിയനായ ഒരു നേതാവ്, വ്യക്തമായ നിലപാടുകളുള്ള ഒരു നേതാവ്, അങ്ങനെയുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിക്കാൻ തുടങ്ങിയാൽ അത് മുഖ്യമന്ത്രിയുടെ നാശത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇതൊക്കെ പിണറായി വിജയൻ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പിണറായി വിജയന്റെ കൂടെയുള്ള കുറെ ആളുകൾ കാണിക്കുന്ന മണ്ടത്തരമാണ് ഈ കൊച്ചു പിള്ളേരെ വായിരിക്കണവരെ കേട്ടില്ലേ എന്ന ആളുകൾ ചോദിക്കുന്നതിന് തുല്യം. കാരണം വിജയ എന്ന് വിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി പിണറായി വിജയനെ നേരിട്ട ഒരാളാണ്. VD സതീശന് പോലും പിണറായിയുടെ മുന്നിൽ നിൽക്കാൻ ഭയമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം CPM-കാരുണ്ടാക്കിയാൽ VD സതീശ് അപ്പൊ തന്നെ എങ്ങോട്ടെങ്കിലും ഓടും, ആ അവസ്ഥയാണ്. കാരണം സതീശന് പറയാനൊന്നും വലിയ വോയിസ് ഇല്ല, സതീശന് അതിനുള്ള താല്പര്യമില്ല. സതീശന്റെ മുഴുവൻ ചിന്ത, അല്ലെങ്കിൽ സതീശന്റെ കൂർമ്മ ബുദ്ധി, കുബുദ്ധി എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി കസേര മാത്രമാണ്. സതീശൻ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നത്. അവിടെ ഇടതുപക്ഷം പറഞ്ഞാലും BJP പറഞ്ഞാലും അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ഐറ്റമാണ് സതീശൻ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന് പറയുന്ന കസേര ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ സതീശൻ ഇവിടെ മുഖ്യമന്ത്രിയാകണം എന്ന കസേരയെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കോൺഗ്രസിനെ വളർത്തണമെന്നോ കോൺഗ്രസിലെ പ്രവർത്തകരുടെ നിലപാട് എന്താണെന്നോ അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്നോ ഏതൊക്കെ തരത്തിൽ കോൺഗ്രസിന്റെ വികസന പദ്ധതികൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്നോ ഇതൊന്നും സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന് താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ അവിടെയാണ് വ്യക്തമായ ചിത്രം വരച്ചുകൊണ്ട് ഷാഫിയും രാഹുലും മുൻപോട്ടെത്തിയത്. അപ്പൊ രാഹുലിനെ എങ്ങനെ തകർക്കുക? ഇത് കോൺഗ്രസിനകത്തുള്ള പിതൃതുല്യനായി കാണുന്ന പലരുടെയും അജണ്ടയായിരുന്നു എന്നാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ പലരും അടക്കം പറയുന്നത്. അപ്പൊ അത്തരത്തിൽ പിതൃതുല്യനായ പലരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഷാഫി ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഷാഫി സുന്ദരികളായ പെൺകുട്ടികളെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് കൊണ്ടുപോകുന്നു എന്നാണ് ഒരു നേതാവ്, CPM-ന്റെ ഒരു നേതാവ് പറഞ്ഞു. അദ്ദേഹത്തിന് എങ്ങനെ അറിയാമെന്ന് എനിക്കറിയാം. ഷൈൻ ടീച്ചർ നേരത്തെ ചോദിച്ചതുപോലെ ഈ നിങ്ങളൊക്കെ കിടക്ക പരിശോധിക്കലാണോ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലെ കിടക്ക ചെന്ന് പരിശോധിച്ചിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ ഗർഭചിത്രം നടത്തിയെന്നും സ്ത്രീകളെ കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗിച്ചു എന്നൊക്കെ CPM-കാർ പറയുന്നത് നിങ്ങൾ അവിടെ പോയി കണ്ടിട്ടാണോ? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കിടക്ക കണ്ടിട്ടാണോ? അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കട്ടിലിന്റെ അടിയിൽ നിങ്ങൾ ഒളിച്ചിരുന്നിട്ടാണോ ഇതൊക്കെ പറയുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ഓരോന്നിട്ട് സൃഷ്ടിക്കുന്നു. വലുതായി വരുന്ന നേതാക്കളെ കടയോടെ വെട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അത് പ്രതിരോധിക്കാൻ കോൺഗ്രസിൽ ശക്തനായ ഒരു നേതാവില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം എന്ന് പറയുന്നത്. പക്ഷെ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെ മണ്ഡലത്തിൽ തന്നെ പോയി നിന്നിട്ട് പിണറായിയുടെ തട്ടിപ്പുകൾ, പിണറായിയുടെ വിവരക്കേടുകൾ, പിണറായിയുടെ കപടതകളൊക്കെ വിളിച്ചു പറയുകയാണ് ഷാഫി പറമ്പിൽ. അതായത് ഷാഫി പറമ്പിൽ പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം നിങ്ങൾ എന്തിന്റെ പേരിലാണ് നടത്തുന്നത്? നിങ്ങൾ എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്ക് അതിലുള്ളത്? നിങ്ങൾ കേസുകൾ പിൻവലിച്ചോ? നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? പിണറായി വിജയ, ഇതിലൊന്നും നിങ്ങൾ കരകയറുമെന്ന് വിചാരിക്കേണ്ട, അയ്യപ്പനൊന്നും കൂടെ നിൽക്കുമെന്നും വിചാരിക്കേണ്ട. എന്തായാലും ഷാഫി കട്ടയ്ക്ക് തന്നെയാണ്. ഷാഫി മാത്രമല്ല, ഉടനെ രാഹുലും എത്തും.